ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രസ് കളക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഭയങ്കര ആഡംബരമായിട്ടുള്ള ഡ്രസ്സുകളൊന്നും ഇല്ല. കുറച്ച് ഡ്രസ്സുകളൊക്കെ കഴുകി നീറ്റാക്കി വെച്ചിട്ടുള്ളതുണ്ട്, ബാക്കി കഴുകാനൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴുകി അത് ഉണങ്ങി കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിലുള്ള കാണിച്ചു. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, ഞാൻ കുറച്ച് ഡ്രസ്സുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, ഇതെൻ്റെ ഒരു പുതിയ ഡ്രസ്സാണ്. പുതിയതെന്ന് പറഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു 6 മാസത്തിൽ കൂടുതലായി കേട്ടോ. ആക്ച്വലി ഇതുവരെയ്ക്ക് ഞാൻ ഷേപ്പൊന്നും ചെയ്തെടുത്തിട്ടില്ല. ഞാൻ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. മെറൂൺ കളറാണ് കേട്ടോ. ഇതെൻ്റെ ബോയ് ഫ്രണ്ട് എനിക്ക് മേടിച്ചതാണ്. പിന്നെ ഓർമ്മയ്ക്ക് വെച്ചേക്കുന്നതാണ്. എല്ലായിടത്തും ഇല്ലാതാക്കിയാലോ. പിന്നെ ഇതൊരു ധാവണിയാണ് കേട്ടോ. ഇത് ഞാൻ 2-3 റീൽസിലൊക്കെ ഇട്ടിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ കാണിച്ചു തരാം. കാണാത്ത സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് കേട്ടോ. എനിക്ക് മെറൂൺ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം എനിക്ക് കൂടുതൽ മെറൂൺ കളർ ഡ്രസ്സുകളാണ് ഇഷ്ടവും അതുപോലെ തന്നെ എനിക്ക് ഉള്ളത്. ഞാൻ അങ്ങനെ ഇടാറില്ല. പിന്നെ റീൽസിൽ ഇട്ടിട്ടുണ്ട് 1-2 പ്രാവശ്യം. അല്ല, ഒരു പ്രാവശ്യം സ്റ്റുഡിയോയിൽ പോയി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഡ്രസ്സ് ഇട്ടൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇതൊരു മെറൂൺ ഡ്രസ്സാണ് കേട്ടോ. ഇത് ഷേപ്പ് അടിച്ചെടുത്തിട്ടില്ല, ഷേപ്പ് അടിച്ചെടുക്കണം. ഇത് കുറേ നാളായി ഷേപ്പൊക്കെ അടിച്ചു വെച്ചിട്ട്, പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഉപയോഗിച്ചിട്ടുള്ള ഡ്രസ്സും ഉപയോഗിക്കാത്ത ഡ്രസ്സും തമ്മിൽ. ഇത് മെറൂൺ ഒരു ടോപ്പാണ് കേട്ടോ. എനിക്ക് ഏത് കളർ ഡ്രസ്സാണ് ചേർന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം പറക്കി അടുക്കി ഒതുക്കി വെക്കണം. അതാണ് സീൻ ഗൈസ്. പിന്നെ ഇതൊരു മുണ്ടും നേരിയതുമാണ് കേട്ടോ. ഇതെൻ്റെതാണ് കേട്ടോ. ബ്ലൗസൊക്കെ ഉണ്ട്. ഇത് മുണ്ടും നേരിയതുമാണ്. ഞാൻ ഇടയ്ക്ക് എൻ്റെ റീൽസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. മുണ്ടും നേരിയതും ബ്ലൗസും ഉണ്ട്. ഇതൊരു ടോപ്പാണ്. എനിക്ക് ഏത് കളറാണ് ചേർന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ. ഈ ഡ്രസ്സ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് കൂടുതൽ മെറൂണാണ് ഉള്ളത്. മെറൂണാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ 1-2 പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പഴയ വീഡിയോയിൽ. ഡ്രസ്സൊന്നും അധികം നല്ല രീതിയിൽ കാണാൻ പറ്റില്ല, എടുത്ത് കാണിച്ചില്ല എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ അതിന് വേണ്ടിയാണ് ഇങ്ങനെ എടുത്ത് കാണിച്ചിരുന്നത് കേട്ടോ. ഇത്
ഇത് ഞാൻ സൈസ് അടിച്ചെടുത്തിട്ടില്ല കേട്ടോ, സൈസ് അടിച്ചെടുത്തിട്ടില്ല, ഇട്ടിട്ടുമില്ല. സൈസ് അടിച്ചെടുക്കണം. 1 വർഷത്തിൽ കൂടുതലായിട്ട് ഇത് വാങ്ങിച്ചിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഗൈസ്, നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രസ്സുകൾ കണ്ടാലും ഉപയോഗിക്കാത്ത ഡ്രസ്സുകൾ കണ്ടാലും. ഇപ്പോൾ കണ്ടില്ല, ഇത് ഞാൻ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടില്ല. പിന്നെ ഇത് അങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ടൊന്നുമില്ല, ഈ ഡ്രസ്സ് ഇട്ടിട്ടൊന്നുമില്ല. ഇത് ഷേപ്പ് ചെയ്തെടുക്കണം. പിന്നെ എനിക്ക് ഒരു ജീൻസാണുള്ളത് കേട്ടോ. എനിക്കങ്ങനെ ജീൻസ് മതി ഇടുന്ന ഇഷ്ടമല്ല. പിന്നെ ഒരു ജീൻസും ഉണ്ട്, 2 ടീഷർട്ടും ഉണ്ട് എനിക്ക്. ടീഷർട്ടൊക്കെ ഞാൻ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. ജീൻസ് ഇതെൻ്റെ ബോയ് ഫ്രണ്ട് മേടിച്ചു തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ 1 വർഷം മുമ്പ് വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് ഈ ഡ്രസ്സ്. ഇതൊരു ലോങ് ഫ്രോക്കാണ് കേട്ടോ. അമ്മ ഇല്ലേ കുറേ ഇതാകും. ഇതൊരു വൈറ്റ് ഗൗൺ ആണ് കേട്ടോ. ഇതില് ഡിസൈൻ ഒക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഉണ്ട് പ്ലെയിൻ വൈറ്റ് മാത്രമല്ല, കുറച്ച് ഡിസൈൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എംബ്രോയിഡിങ് പൂവൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റോൺ അല്ല, മുത്തുകളാണ് കേട്ടോ, തിളക്കമുള്ള സ്റ്റോൺ അല്ല, വൈറ്റ് മുത്താണ് കേട്ടോ. യക്ഷി പുതുമഴയായി വന്നു ഞാൻ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മടക്കി വെക്കണ കാര്യമല്ലേക്കും പോകും. പിന്നെ ഇത് എൻ്റെ ഒക്ടോബറിലെ എൻ്റെ ബർത്ത്ഡേക്ക് തച്ചതാണ് കേട്ടോ. ഇത് കൊള്ളാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. സോറി, ഡ്രസ്സ് ഇരിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ഇത് മീഷോ എന്ന് വാങ്ങിച്ചതാണ്, ബ്ലാക്ക്. ഞാൻ 1-2 വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്, ഞാൻ പുറത്തൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി 1-2 ഡ്രസ്സ് കൂടെ ഇതാ വരണം. ഞാൻ ചില ഡ്രസ്സൊക്കെ ഇങ്ങനെ ഹാങ്ങറിൽ തൂക്കിയിട്ടിരിക്കും കേട്ടോ. ഇതെനിക്ക് പാറുകുട്ടിയുടെ അമ്മ മേടിച്ചു തന്നെയാണ് കേട്ടോ. പാറുവിൻ്റെ ആദ്യയുടെ അമ്മ എനിക്ക് മേടിച്ചു തന്നതാണ്. 1-2 ഡ്രസ്സൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ അങ്ങനെ ഷേപ്പ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇത് പുതിയ ഡ്രസ്സാണ് കേട്ടോ. പുതിയെന്ന് പറഞ്ഞാൽ ഇത് വാങ്ങിച്ചു തന്നിട്ട് തന്നെ 1 വർഷത്തിൽ കൂടുതലായെന്ന് തോന്നുന്നു. ഇതുവരെ ഷേപ്പ് ചെയ്തെടുത്തിട്ടില്ല. ഇത് ഞാൻ മിക്കപ്പോഴും എൻ്റെ വീഡിയോസിൽ ഞാൻ പുറത്തൊക്കെ മുമ്പ് ഇടുന്നതാണ്. ഫ്രോക്ക്
പിന്നെ ഇനി കുറച്ച് ഞാൻ ഇത് കൊണ്ടിട്ടുണ്ട്, കുറച്ച് ഡ്രസ്സ് കൂടെ ഉണ്ട്, അതൊക്കെ വാഷ് ചെയ്യാനിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വാഷ് ചെയ്ത് ഉണങ്ങി കിട്ടിയിട്ടില്ല. അപ്പം അത് ഈ ഒരു വീഡിയോസിൽ കാണിച്ചിടാൻ ശ്രമിക്കാം. ഡേ ഇൻ മൈ ലൈഫിൻ്റെ കൂട്ടത്തിൽ അതുകൂടെ ചെയ്യാൻ ശ്രമിക്കാം. ഇത് കൊണ്ടിട്ട് വരാം. ഇത് രണ്ട് മെറ്റീരിയലാണ് കേട്ടോ, കോട്ടൺ ചുരിദാറിൻ്റെ മെറ്റീരിയലാണ് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചത്. ഇത് എനിക്കുള്ളതാണ്. മെറൂൺ കണ്ടില്ല, ഞാൻ പറഞ്ഞില്ല എനിക്ക് മെറൂൺ എന്ന് പറഞ്ഞാൽ പ്രാന്താണ് ഗൈസ്, പ്രാന്താണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കുട്ടിക്കാലം മുതൽ എനിക്ക് മെറൂൺ കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് കൂടുതലും മെറൂൺ കളർ ഡ്രസ്സാണ് എടുക്കാറ്. ഇതാണ് മോഡൽ കേട്ടോ, തച്ച് വരുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? കോട്ടൺ ആണ്. ഞാൻ ഈ ഡ്രസ്സ് ഉടനെ തയ്ക്കും കേട്ടോ ഗൈസ്, ദൂരെ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടിയാണ്. തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് തച്ചിട്ട് ഞാൻ ഇട്ട് കാണിച്ചു തരാം. എനിക്ക് ഈ കളർ ചേരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ തയ്ക്കാൻ പോകുന്ന ചുരിദാർ എനിക്ക് തച്ചാൽ കൊള്ളാമെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇനി നീലിൻ്റെ കാണിച്ചു തരാം, നേരെ വെച്ചോട്ടെ. നീലിൻ്റെ ഇതാണ് മോഡൽ. കോട്ടൺ ആണ് കേട്ടോ, പ്യുർ കോട്ടൺ ആണ്. പാൻറ് ടോപ്പ് ഷോൾ പ്യുർ കോട്ടൺ ആണ് കേട്ടോ. ഇത് മീനിങ്ങുള്ളതാണ്. ഇതാണ് മോഡൽ ചുരിദാറിൻ്റെ. അപ്പം ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. പിന്നെ വീഡിയോസിന് ക്ലാരിറ്റി കുറവെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, വേറെ ഒന്നുമല്ല, എൻ്റെ ഫോണിന് ക്ലാരിറ്റി കുറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും കുറച്ച് ദിവസം വെച്ച് വേറെ മൊബൈൽ മേടിക്കും. അപ്പോൾ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം ഗൈസ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങളിപ്പം എനിക്ക് ഈ ഡ്രസ്സാണോ തയ്ക്കുന്നത് കൊള്ളാം, അതായത് ഈ രണ്ട് മെറ്റീരിയലിൽ ഏതാണ് എനിക്ക് കൊള്ളാമെന്നുള്ള കമൻറ്റ് ചെയ്യണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ഒരു ഡ്രസ് കളക്ഷൻ വീഡിയോ ഞാൻ ചെയ്തത്.